ഇലക്ട്രോണിക്സ് ഡിസിപ്ലിനിൽ ബിടെക് ഓർ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള PSC ടെക്നിക്കൽ എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. ഡെമോൺസ്ട്രേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ട്രേഡ്സ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്കുള്ള ഈ ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലെയുള്ള ടെക്നിക്കൽ എക്സാംസിന് ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് കാണാത്തവർക്ക് മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് ഈക്വൽ ടു 1 വാട്ട്. വാട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തുണ്ടാവും, ഡിവൈഡഡ് ബൈ ടൈം യൂണിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ മുകളിൽ എന്തുണ്ടാവും, വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റും ഉണ്ടാവും. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂളാണ്. ജൂൾ പെർ സെക്കൻഡ്, അതാണ് എന്ത്, വാട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ഉണ്ട്. ഇനി ഓപ്ഷൻസ് നമുക്കിതൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് ആൻസർ കണ്ടുപിടിക്കാം. ഫാരഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിൻ്റെ യൂണിറ്റ് ആണ്, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. 1 വോൾട്ട് പെർ ആംബിയർ. വോൾട്ട് പെർ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം V ഡിവൈഡഡ് ബൈ I. വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ്, ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ V ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓം. ഇനി 1 ഓം ഡിവൈഡഡ് ബൈ വോൾട്ട്, ഇങ്ങനൊരു യൂണിറ്റ് എവിടെയും കണ്ടിട്ടില്ല, അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 വാട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടൻസീസ്. നമ്മൾ തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ പറഞ്ഞായിരുന്നു, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ് എല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് G വെച്ചിട്ടാണ്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 1 റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്. അപ്പോൾ 1 ഓം അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് ആയിരിക്കും കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ്. ഓം ഇൻവേഴ്സ് ഓപ്ഷനിലില്ല. ഈ ഓം ഇൻവേഴ്സിൻ്റെ തന്നെയാണ് വേറൊരു പേര് പറയുന്നത്, എന്താണ്, സീമെൻസ് എന്നും പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ആൻസർ. അതിൽ ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, കൂളുംബ് എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ്, അതേപോലെ കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്, കാൻഡില. ഓക്കെ, അപ്പോൾ സീമെൻസ് ആണ് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ്. ഇനി ഇതോട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞൂടെ. നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡിവൈഡ് ബൈ A. ഇതിൻ്റെ അകത്ത് നിന്ന് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചൂടെ. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L. ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, എല്ലിനെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ഓം, ഏരിയയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ. അപ്പോൾ ഇവിടെ മുകളിൽ ഒരു മീറ്റർ സ്ക്വയർ, താഴെ ഒരു മീറ്റർ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓം മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും, ഓം മീറ്റർ ആയിരിക്കും. ഇനി അതേപോലെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിലോ, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1 റെസിസ്റ്റിവിറ്റി ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും, 1 ഓം മീറ്റർ, അല്ലെങ്കിൽ ഓം മീറ്റർ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഇനി ഓം ഇൻവേഴ്സിന് നമ്മളിപ്പോൾ ഒരു പേര് പറഞ്ഞു, സീമെൻസ്. അപ്പോൾ അതിന് ഈ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റിന് നമുക്ക് എന്ത് പറയാം, ഓം ഇൻവേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് അതിനെ സീമെൻസ് എന്ന് പറയാം. സീമെൻസ് പെർ മീറ്റർ, അല്ലെങ്കിൽ സീമെൻസ് മീറ്റർ റേസ് ടു -1. ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സൈൻ വേവ് ഹാസ് എ മാക്സിമം വാല്യൂ ഓഫ് 40 millivolt. ദ RMS വാല്യൂ ഓഫ് ദ സൈൻ വേവ് ഈസ്. ഇപ്പോൾ ഇവിടെ ഒരു സൈൻ വേവ് ഉണ്ട്, ആ സൈൻ വേവിൻ്റെ മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂവിനെ നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, AM എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് തന്നിട്ടുണ്ട്, 40 millivolt തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RMS വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2. അതിനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ 40 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ √2. 1/√2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.707 ആണ്. അപ്പോൾ ഇതെന്ത് വരും, 40 × 0.707. അപ്പോൾ ഓപ്ഷനകത്ത് നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. 4 × 7 നമുക്കറിയാം 28 ആണ്. അപ്പോൾ 28ൻ്റെ റേഞ്ചിലുള്ള വാല്യൂ ആയിരിക്കും ആൻസർ, 28.28. ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, an oscilloscope shows 20 cycles of sine wave occurring in 2 milliseconds. The time period of the sine wave is. അപ്പോൾ ഇവിടെ ഒരു ഓസിലോസ്കോപ്പ് ഉണ്ട്. ആ ഓസിലോസ്കോപ്പിൽ 2 മില്ലിസെക്കൻഡിൽ 20 സൈക്കിളാണ് കാണിക്കുന്നത്. 2 മില്ലിസെക്കൻഡ് ടൈം പീരീഡിൻ്റെ അകത്ത് 20 സൈക്കിൾ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ വേവിൻ്റെ ടൈം പീരീഡ് എത്ര എന്നാണ് ചോദ്യം.
അപ്പോൾ ഇപ്പോൾ ഇതൊരു സൈൻ വേവ് ആണെങ്കിൽ ഇങ്ങനെ കുറേ സൈൻ വേവിൻ്റെ സൈക്കിൾസ് ഉണ്ടെങ്കിൽ ഈ സൈൻ വേവിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? സൈൻ വേവിൻ്റെ ഒരു സൈക്കിൾ മാത്രമായിട്ട് എടുക്കും. ഈ ഒരു സൈക്കിൾ എടുക്കാനുള്ള ടൈം ഡ്യൂറേഷൻ അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 20 സൈക്കിൾ 2 മില്ലി സെക്കൻഡോടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നതിൻ്റെ സമയം എത്രയായിരിക്കും? 2 മില്ലി സെക്കൻഡ് ഡിവൈഡഡ് ബൈ 20. 2 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10. 1/10 എന്ന് പറഞ്ഞാൽ 0.1 മില്ലി സെക്കൻഡ് ആണ് സൈക്കിളിൻ്റെ സൈൻ വേവിൻ്റെ ടൈം പീരീഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ.